ഹായ് എവ്രി വൺ, എൻ്റെ പേര് ആന്റണി ഫ്രാൻസിസ് ഫ്രം ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ കേരളത്തിൻ്റെ എൻട്രൻസ് എക്സാമായ കീമിൻ്റെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? ജനുവരി 5 മുതൽ ജനുവരി 31 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, മെഡിക്കൽ, അലൈഡ് കോഴ്സസ് ആൻഡ് ഫാർമസി എന്നീ സംഭവങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമാണ് കീം. സോ അതിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. നിങ്ങൾക്ക് മെയിൻലി 6 ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്നാമതേ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതും 200 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിഡ്ത്തുമുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ. ഇനി അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 KB ആൻഡ് 100 KB ആയിരിക്കണം. ഇനി രണ്ടാമതായിട്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്. സോ അതെങ്ങനെയായിരിക്കണം? നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ഒപ്പിടുക, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉപയോഗിച്ചോ അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഇനി അതും JPG ഫോർമാറ്റിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ വിഡ്ത്തും 150 പിക്സൽസും ഹൈറ്റ് 100 പിക്സൽസും ആയിരിക്കണം. ഇമേജ് സൈസ് 1 KB-ക്കും 100 KB-ക്കും ഇടയിലായിരിക്കണം. ഇനി ഇതല്ലാതെ വേറെ 4 സർട്ടിഫിക്കറ്റുകൾ കൂടെ എല്ലാ കുട്ടികൾക്കും റിക്വയർഡ് ആണ്, അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്. ഏതൊക്കെയാ? 1 നാഷണാലിറ്റി പ്രൂഫ്, 2 ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, 3 നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് 4-മത്തത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ എടുത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും എല്ലാത്തിൻ്റെയും ഇമേജസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കീം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ കീമിന് രജിസ്റ്റർ ചെയ്യാനായി ce.kerala.government.in എന്ന സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾ കീം 2026 ഓൺലൈൻ അപേക്ഷ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നോക്കിയേ, ഇഫ് യു ആർ എ ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന ഈ പോയിന്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. ഇനി ആ പേജിലെ കാര്യങ്ങൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊന്ന് വായിക്കുക. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിലെ 5 സ്റ്റെപ്പുകളെ കുറിച്ചും അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ, സ്റ്റെപ്പ് 2 ഫിൽ ആപ്ലിക്കേഷൻ, പിന്നെ സ്റ്റെപ്പ് 3 ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാനുള്ളത്, സ്റ്റെപ്പ് 4-ലാണ് നമ്മൾ എല്ലാ സംഭവങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്, ആൻഡ് സ്റ്റെപ്പ് 5 അക്നോളജ്മെൻറ്റ് പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കുക. സോ ഈ 5 സ്റ്റെപ്പുകളെ കുറിച്ചും നമ്മൾ വായിച്ചു, എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ ഡിക്ലറേഷൻസ് കൊടുക്കുക. അതായത് ഈ 5 ടിക്ക് ബോക്സിലും ടിക്ക് ചെയ്യുക. സോ പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒഫീഷ്യലി ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ രജിസ്ട്രേഷനിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, ആക്സസ് കോഡ് അതായത് ക്യാപ്ച ഇതെല്ലാം ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു മൊബൈൽ നമ്പരും ഇമെയിൽ അഡ്രസ്സും ആയിരിക്കണം കൊടുക്കേണ്ടത്. കാരണം ഇതിലേക്ക് OTP വരും, നമുക്കൊക്കെ കൺഫേം ചെയ്യാനുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ക്ലാസ് 10th സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസിനോട് മാച്ച് ചെയ്യണം. റൈറ്റ്? കാരണം പേരാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 100% മാച്ച് ആയിരിക്കണം. പിന്നെ 3-മത്തെ കാര്യം പാസ്വേഡിൻ്റെ കേസ്. പാസ്വേഡിൽ മിനിമം 8 ലെറ്റേഴ്സ് വേണം. അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം, സ്മോൾ ലെറ്റേഴ്സ് വേണം, ന്യൂമറിക്കൽസ് വേണം ആൻഡ് സിമ്പിൾസ് വേണം. റൈറ്റ്? അങ്ങനെ ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു 8 ലെറ്റർ സംഭവമായിരിക്കണം നിങ്ങളുടെ പാസ്വേഡ്. സോ നിങ്ങൾ ക്യാപ്ച അല്ലെങ്കിൽ ആക്സസ് കോഡ് ഫില്ല് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക. ഇനി രജിസ്റ്റർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൺഫേം ചെയ്യാനായിട്ട് അവർ പറയും. ഇനി ഇത് രണ്ടാമത് അവർ ചോദിക്കാൻ കാരണം, പിന്നീട് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു മിസ്റ്റേക്കും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ കൺഫേം കൊടുക്കുക.
പിന്നെ ചോദിക്കുന്നുണ്ടോ, ആഫ്റ്റർ കൺഫർമേഷൻ നോ ചേഞ്ചസ് വിൽ ബി പെർമിറ്റഡ്, ഡു യു വാണ്ട് ടു പ്രൊസീഡ്? ഓക്കെ. അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP വരും. സോ നിങ്ങൾ ഫോൺ നോക്കി കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. സോ നമ്മുടെ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്നൊരു പേജ് വന്നിട്ടുണ്ട്. ഇതിൽ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. കാരണം ഇനി നമുക്ക് ലോഗിനൊക്കെ ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇനി പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. സോ യു ഹാവ് കംപ്ലീറ്റഡ് സ്റ്റെപ്പ് 1 ഓഫ് 5, കംപ്ലീറ്റ് ദ റിമൈനിങ് സ്റ്റെപ്പ് 2 ഫിൽ ആപ്ലിക്കേഷൻ. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇനി ഫസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സസിന് വേണ്ടിയുള്ള കീമാണ് അല്ലെങ്കിൽ ആ എൻട്രൻസ് എക്സാം ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നോക്കിയേ, എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഉണ്ട്, ഫാർമസി കോഴ്സ് ഉണ്ട്. ഇനി സാധാരണ ഒരു ക്ലാസ് 12th ബയോളജി സ്ട്രീം സ്റ്റുഡൻ്റ് ആണെങ്കിൽ യൂഷ്വലി എഞ്ചിനീയറിംഗ് കോഴ്സും മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ആണ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഈ കോഴ്സസിന് രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് വ്യത്യാസം വരും. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സിനും ഫാർമസി കോഴ്സിനും മാത്രമേ എക്സാം കീം നടത്തുന്നുള്ളൂ. ബാക്കി 2 കോഴ്സസിലേക്കുമുള്ളത്, അതായത് ആർക്കിടെക്ചർ കോഴ്സിന് വേണ്ടിയുള്ള എക്സാം നടത്തുന്നത് നാറ്റയാണ്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന എക്സാമാണ് അത്. ഇനി മെഡിക്കലും അലൈഡ് കോഴ്സസിലേക്കുള്ള എൻട്രൻസ് എക്സാം നമ്മുടെ നീറ്റാണ്, റൈറ്റ്? സോ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആർക്കിടെക്ചറിനും മെഡിക്കലിനും ഒക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്? കാരണം കേരളത്തിൽ ഒരു സീറ്റ് ഈ കോഴ്സസിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്തേ പറ്റൂ, റൈറ്റ്? ഈ എഞ്ചിനീയറിംഗ് കോഴ്സസിൻ്റെ കേസിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലും സീറ്റ് വേണമെങ്കിൽ കീമിൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സ് എക്സാം എഴുതിയാലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഫാർമസിയുടെയും, റൈറ്റ്? സോ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ എഞ്ചിനീയറിംഗ് കോഴ്സ് സെലക്ട് ചെയ്തു. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക, റൈറ്റ്? ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം, എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും മാത്രമേ എക്സാംസ് ഉള്ളൂ, അല്ലേ? സോ അത് കാരണം അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ സെൻറ്റർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജ് വരും. അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് എക്സാം സെൻറ്റർ വേണ്ടത് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. സോ പ്രയോറിറ്റി 1 എറണാകുളം കൊടുത്തു. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിറ്റീസ് ഏതെന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ സെൻറ്റേഴ്സിൻ്റെ പ്രയോറിറ്റീസ് കൊടുത്തു. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്യുക. ഇനി നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഫോമാണ്. ഏറ്റവും ആദ്യമേ ജെൻഡർ, നിങ്ങൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നാഷണാലിറ്റി ഇന്ത്യൻ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ, അതേഴ്സ്. സോ ഇതിൽ ഇന്ത്യൻ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ആൾക്കാരും. സോ നേറ്റിവിറ്റിയുടെ കേസിലാണ് കുറച്ച് കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് കേരളൈറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ പേരൻറ്റ് ഒരു ഓൾ ഇന്ത്യ സർവീസ്, അതായത് IAS IPS എന്ന രീതിയിൽ കേരളത്തിലേക്ക് പോസ്റ്റ് ചെയ്ത ആളാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കേരളൈറ്റ് AIS എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഈ മൂന്നാമത്തെ നോൺ കേരളൈറ്റ് 1 എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരാളല്ല, പക്ഷെ നിങ്ങളുടെ പേരൻറ്റ് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഡിഫൻസ് എംപ്ലോയിയോ ആയിട്ട് കേരളത്തിലാണ് പോസ്റ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ NK1 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി NK2 എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേരളമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ എനിക്ക് കീം എഴുതാൻ താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് NK2 സെലക്ട് ചെയ്യാം. ഇനി ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും കേരളൈറ്റ് എന്ന ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഇനി ഇതിന് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളൈറ്റ് എന്ന സംഭവത്തിന് അല്ലെങ്കിൽ കേരളൈറ്റ് AIS
ഈ 2 കാറ്റഗറീസിന് മാത്രമാണ് കേരളത്തിൽ റിസർവേഷനും സ്റ്റേറ്റ് മെറിറ്റ് സീറ്റും രണ്ടും കിട്ടുന്നത്. റൈറ്റ്. ഈ നോൺ കേരളൈറ്റ് NK1 എന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് റിസർവേഷൻസ് കിട്ടത്തില്ല. പകരം സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്സിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി നോൺ കേരളൈറ്റ് 2 എന്ന വിഭാഗത്തിലാണ് നിങ്ങൾ പെട്ടതെങ്കിൽ അതിൽ മെയിൻലി നിങ്ങൾക്ക് ഈ NRI കോട്ടാസ്, മാനേജ്മെൻറ്റ് കോട്ടാസ് അതിലൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്. സോ നിങ്ങളുടെ നേറ്റിവിറ്റി ഏതാണെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഭൂരിഭാഗം ആൾക്കാരും കേരളൈറ്റ് തന്നെയായിരിക്കും. ഇനി ആധാർ നമ്പർ, അത് കീമിൻ്റെ കേസിൽ മാൻഡേറ്ററി അല്ല. സോ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഫാദേഴ്സ് ഡീറ്റെയിൽസ്, മദേഴ്സ് ഡീറ്റെയിൽസ്, അവരുടെ പേര്, നേറ്റീവ് ഡിസ്ട്രിക്റ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ എന്നിവ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. എസ്പെഷ്യലി പേര്. കാരണം നിങ്ങളുടെ ക്ലാസ് 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേരുള്ളത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനിയും ഫാദറോ മദറോ അല്ല നിങ്ങളുടെ ഗാർഡിയനായിട്ട് ഉള്ളതെങ്കിൽ അവരുടെ പേര്, നെയിം ഓഫ് ഗാർഡിയനും റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയനും നിങ്ങൾ ഫില്ല് ചെയ്യുക. റൈറ്റ്. ഫാദറോ മദറോ ആണ് നിങ്ങളുടെ ഗാർഡിയൻ എങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല, വേറെ ആരോ ആണ് നിങ്ങളുടെ ഗാർഡിയൻ എങ്കിൽ ഇത് കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ്. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ, പിന്നെ പെർമനൻറ്റ് അഡ്രസ്, അതിൽ ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻ കോഡ്, നമ്മുടെ സ്റ്റേറ്റ്, അത് കേരളമാണ്, ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനി ഈ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. സോ അപ്പം നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അടുത്തതായിട്ട് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. സോ ക്വാളിഫയിങ് എക്സാം ഏതാണ് നമ്മൾ ക്വാളിഫയിങ് എക്സാം? ക്ലാസ് 12ലെ എക്സാം ആണ് ക്വാളിഫയിങ് എക്സാം ആയിട്ട് കൂട്ടുന്നത്, ക്ലാസ് 10ലെ എക്സാം അല്ല. സോ +2 ഓർ ഇക്വലൻ്റ് സെലക്ട് ചെയ്യുക. വെദർ പാസ്ഡ് ഓർ അപ്പിയറിംഗ് ഇൻ ദ ക്വാളിഫയിങ് എക്സാം, നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുന്നയാളാണോ അതോ കഴിഞ്ഞ വർഷം എഴുതിയ ആളാണോ, അതായത് നിങ്ങൾ റിപ്പീറ്റർ ആണോ അല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. സോ നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്നേ ഉള്ളെങ്കിൽ അപ്പിയറിംഗ് ദി എക്സാം കൊടുക്കുക. കഴിഞ്ഞ വർഷം എഴുതിയ ആളാണെങ്കിൽ പാസ് ദ എക്സാം എന്ന് കൊടുക്കുക. അതിനുശേഷം ബോർഡ് ഓഫ് സ്റ്റഡി ഇൻ +2 ഓർ ഇക്വലൻ്റ്, അതായത് നിങ്ങൾ ഏത് ബോർഡിലാണ്, അതായത് CBSE ആണോ, കേരള സ്റ്റേറ്റ് സിലബസ് ആണോ, അല്ലെങ്കിൽ ISE ആണോ, ഏത് ബോർഡാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. സോ CBSE ആണെങ്കിൽ ഡയറക്റ്റായിട്ട് CBSE എന്നതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് പകരം നിങ്ങളിപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ഹയർ സെക്കൻഡറി എന്ന ബോർഡ് കൊടുക്കുക. റൈറ്റ്. സാധാരണ ക്ലാസ് 12 കേരള സ്റ്റേറ്റ് സിലബസ് ഉദ്ദേശിക്കുന്നത് കേരള ഹയർ സെക്കൻഡറി ആണ്. ഇനി അതല്ല, നിങ്ങൾ ടെക്നിക്കൽ സ്കൂളിലോ വൊക്കേഷണൽ സ്കൂളിലോ പഠിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ചുള്ള ബോർഡ് ഫില്ല് ചെയ്യുക. ഇനി രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ക്വാളിഫയിങ് എക്സാം ഓർ അബാർ ID, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്യുക. ഇനി സ്റ്റഡീഡ് സാൻസ്ക്രിറ്റ് അറ്റ് +2 ലെവൽ, ഇത് മെഡിക്കൽ അല്ലെങ്കിൽ ഈ ആയുർവേദിക് കോഴ്സസിനൊക്കെ കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കിട്ടുന്നൊരു സംഭവമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി ഹാവ് യു അപ്ലൈഡ് ഫോർ കീം പ്രീവിയസ് ഇയേഴ്സ്, അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ആളാണോ, കീം എക്സാം എഴുതിയിട്ടുള്ള ആളാണോ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ റിപ്പീറ്ററോ വല്ലതും ആണെങ്കിൽ എത്ര വട്ടം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ഈ വർഷം എഴുതുന്ന ഒരാളാണെങ്കിൽ നോ ആയിരിക്കും. സോ അതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇനി ഈ കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ആണ്. ഇനി ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഒരു റിസർവേഷനും ഇല്ല, ഒരു ജനറൽ കാറ്റഗറിയാണ്. ഇപ്പോൾ ഉദാഹരണം റോമൻ കാത്തലിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നായർസ്,
അങ്ങനെ ഉള്ള കാറ്റഗറീസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജനറൽ സെലക്ട് ചെയ്യുക. റൈറ്റ്. ഇനിയിപ്പം അതിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും റിസർവേഷൻ വരുന്ന കാറ്റഗറീസ് ആണെങ്കിൽ അത് നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കി ഫില്ല് ചെയ്യുക. കാരണം സാധാരണ ജെഇ മെയിൻസിനും നീറ്റിനുമൊക്കെ അവരൊരു OBC NCL എന്നൊരു ടാഗ് മാത്രമേ തരത്തുള്ളൂ. പക്ഷെ ഇവിടെ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റേതായ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. സോ അത് കാരണം നിങ്ങൾ അത് കറക്റ്റായിട്ട് ഏതാന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. ഇവിടുത്തെ കേസിൽ ജനറലാണ് ഞാൻ എടുത്തേക്കുന്നത്, കാരണം എനിക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി കമ്മ്യൂണിറ്റി ഓഫ് ഫാദർ കൊടുക്കുക, കമ്മ്യൂണിറ്റി ഓഫ് മദർ കൊടുക്കുക. റൈറ്റ്. ഇനി ഇവിടുത്തെ കേസിലും ഒരുപാട് ലൂപ്പ് ഹോൾസും ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫാദറും മദറും രണ്ടുപേരും വേറെ വേറെ കാസ്റ്റിൽ നിന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജ് ആയിരിക്കാം. റൈറ്റ്. അപ്പം ലെറ്റ്സ് നിങ്ങളുടെ മദറിന് റിസർവേഷനുള്ള കാറ്റഗറിയാണ്, ഫാദറിന് റിസർവേഷനുള്ള കാറ്റഗറി അല്ല. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനുള്ള കാറ്റഗറി ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. റൈറ്റ്. അതിന് അതിൻ്റേതായ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. ഇൻ്റർ കാസ്റ്റ് മാരേജ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ കരുതേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആണ്. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ്. അതർ റിസർവേഷൻ ഡീറ്റെയിൽസ്, അതായത് ഈ കാസ്റ്റ് അല്ലാതെ ഡിഫൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് സെർവിങ് ഡിഫൻസ് പേഴ്സണൽ ഫ്രം കേരള, എക്സ് സർവീസ്മാൻ, ആ തരത്തിലുള്ള റിസർവേഷൻസിന് വേണ്ടിയുള്ള ഫോമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തിലെങ്കിലും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നെസസറി സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ വേറെ കുറച്ച് റിസർവേഷൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം NCC കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഒക്കെ അഡ്മിഷൻ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇനി അതിന് പ്രത്യേകിച്ച് ഫോംസോ സർട്ടിഫിക്കറ്റ്സോ ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല. പക്ഷേ ഇവയുടെ തന്നെ സൈറ്റിൽ, അതായത് ഇപ്പോൾ NCC ആയിട്ട് ബന്ധപ്പെട്ടുള്ള സൈറ്റ് കാണും, സ്പോർട്സ് കോട്ടയായിട്ട് ബന്ധപ്പെട്ടുള്ള കോളേജിൻ്റെ സൈറ്റ് കാണും. റൈറ്റ്. സോ അതിലൂടെ വേണം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. റൈറ്റ്. സോ നിങ്ങൾക്ക് ഇതുമെല്ലാം വാലിഡ് ആണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റിയോ വല്ലതും ഉണ്ടെങ്കിൽ അതും ഇവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. റൈറ്റ്. ക്ലെയിം ഫോർ മൈനോറിറ്റി കോട്ട, ക്രിസ്ത്യൻ, മുസ്ലിം, ജെയിൻ, ബുദ്ധിസ്റ്റ്, സിഖ് ഓർ പാർസീസ്. സോ ഇവിടുത്തെ കേസിൽ ഇപ്പം ദർ ആർ സം കോളേജസ്, ഇപ്പം മുസ്ലിം കോളേജസ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജസ് ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജസ് ഉണ്ട്. സോ അവിടെയൊക്കെ ഈ കോളേജസിൽ ഇത്ര ശതമാനം ഒരു കോട്ട ഈ മൈനോറിറ്റിക്ക് വേണ്ടിയുള്ളതുണ്ട്. റൈറ്റ്. സോ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. ഇനി NRI കോട്ടയിലൂടെ MBBSനോ BDSനോ ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. റൈറ്റ്. ഇനി ഫോർ NRI ക്ലെയിം മെൻഷൻ ദ ആപ്ലിക്കൻസ് റിലേഷൻഷിപ്പ് വിത്ത് സ്പോൺസർ. അങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കൊടുക്കുക. റൈറ്റ്. അതിന് ശരിക്കും വലിയൊരു ലിസ്റ്റുണ്ട്. നിങ്ങളുടെ അമ്മാവനാണോ അച്ഛൻ്റെ ചേട്ടനാണോ എന്നുള്ള ഓപ്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാത്തത്, ഇവിടെ ഞാൻ എൻജിനീയറിങ്ങിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻജിനീയറിങ്ങിന് ഇതൊന്നും ബാധകമല്ല. റൈറ്റ്. MBBSനും BDS സീറ്റ്സിനും മാത്രമേ NRI കോട്ടയുള്ളൂ. സോ നിങ്ങളിനി MBBS ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. സോ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സോ അടുത്തതായിട്ട് നമുക്ക് ഇൻകം ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഇൻകം ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലെ ആളാണെങ്കിലും ആനുവൽ ഇൻകം അപ് ടു 6 lakhs വരെ ആ റിസർവേഷൻ കിട്ടത്തുള്ളൂ. റൈറ്റ്. സോ
നിങ്ങളുടെ ഇൻകം അതിനുള്ളിൽ ഉള്ളതാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. റൈറ്റ്. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുക. ഇനി നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ യു ആർ കമ്മിങ് ഫ്രം ആൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, EWS. അങ്ങനെയാണെങ്കിൽ ബിലോ 4 lakhs ഉള്ള ഇൻകം ആണ് താങ്കൾക്കുള്ളതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സും ആവശ്യമാണ്. സോ നിങ്ങളുടെ ആനുവൽ ഇൻകം എന്താണ് കറക്റ്റായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ഫില്ല് ചെയ്യുക. സോ നിങ്ങളുടെ ആനുവൽ ഇൻകവും റവന്യൂ ഡിസ്ട്രിക്റ്റും താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട്സിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ, റീഫണ്ട്സിൻ്റെ ഒന്നും അധികം സംഭവങ്ങൾ വരാറില്ല, പക്ഷെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. റൈറ്റ്. സോ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇനി പ്രിവ്യൂ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ ഫില്ല് ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരമാണിത്. സോ കറക്റ്റായിട്ട് ഓരോ ഡീറ്റെയിൽസും പിന്നെയും ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം സേവ് ആൻഡ് ഫൈനലൈസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. പക്ഷെ നിങ്ങൾ നോക്കിയേ, അവർ പിന്നെയും നിങ്ങൾ ചോദിക്കണം, ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. എന്തുവാ? ഐ ഹാവ് റെഡ് എവറിത്തിങ്, ഐ ഹാവ് ഗിവൺ ഓൾ ദ ട്രൂ ഇൻഫർമേഷൻ എന്ന ഡിക്ലറേഷൻസ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സേവ് ആൻഡ് ഫൈനലൈസ് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ പിന്നെയും ചോദിക്കും, ഫർദർ മോഡിഫിക്കേഷൻസ് വിൽ നോട്ട് ബി അലൗഡ് ആഫ്റ്റർ സേവ് ആൻഡ് ഫൈനലൈസ്. ഡു യു വാണ്ട് ടു പ്രൊസീഡ്? റൈറ്റ്. സോ നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം ഓക്കെ കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള സ്റ്റെപ്പാണ്. സോ നിങ്ങളത് പേ ചെയ്യുക. സോ ഇപ്പം ഞാൻ എൻജിനീയറിംഗ് മാത്രമാണ് സെലക്ട് ചെയ്തത്. സോ എനിക്ക് 925 ആണ് ഫീ ആയിട്ട് വരുന്നത്. മെഡിക്കൽ ആണെങ്കിൽ 625, ഫാർമസി ആണെങ്കിൽ 925 ആൻഡ് ആർക്കിടെക്ചർ ആണെങ്കിൽ 625. സോ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാൻ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന മോഡ് മാത്രമേ ഉള്ളൂ. സോ പ്രൊസീഡ് ടു പേ കൊടുക്കുക. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ്സ് വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി പൈസ അടയ്ക്കാനുള്ള അവസരമുണ്ട്. UPI, GPay എന്നുള്ള സംഭവങ്ങളൊന്നും ഇവിടെയില്ല. ആകപ്പാടെ ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. സോ നിങ്ങളത് പ്രോപ്പറായിട്ട് പേ ചെയ്യുക. സോ നിങ്ങളുടെ കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പൈസ അടച്ചു കഴിയുമ്പോൾ ട്രാൻസാക്ഷൻ അക്നോളജ്മെൻറ്റ്, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന പേജ് വരും. സോ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ട്രാൻസാക്ഷൻ ID-യും ഗേറ്റ് വേ ട്രാൻസാക്ഷൻ ID-യും ഒക്കെ ഒന്ന് എവിടെയെങ്കിലും ഒരു ഫോട്ടോ പോലും എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. റൈറ്റ്. അതിൻ്റെ ആവശ്യം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, എന്നാലും നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെച്ചോ. ഇനി ബാക്ക് ടു ഹോം പേജ് കൊടുത്തു കഴിയുമ്പോഴേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് ഇമേജസും സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇനി ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിങ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, 150 പിക്സൽ വിഡ്ത്ത് ആയിരിക്കണം, 200 പിക്സൽ ഹൈറ്റ് ആയിരിക്കണം, ഫയൽ സൈസ് 1 KB-ക്കും 100 KB-ക്കും ഇടയിലുള്ളൊരു ഫോട്ടോഗ്രാഫ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സിഗ്നേച്ചറിൻ്റെ കേസിലും ഓൾമോസ്റ്റ് സിമിലർ, ഫയൽ സൈസ് എല്ലാം സെയിം, പക്ഷേ ഡയമെൻഷൻ ഓഫ് ദ സിഗ്നേച്ചറിൽ 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സോ അങ്ങനെയുള്ള ഫയൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോയും കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഫോട്ടോഗ്രാഫ് ഷോൺ ഇസ് മൈ ഓൺ ആൻഡ് ഫേസ് ഓൺ ദ ഫോട്ടോഗ്രാഫ് ഈസ് ക്ലിയർ ടു ഐഡൻറ്റിഫൈ മീ. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടിക്ക് കൊടുക്കുക. സോ രണ്ടും ടിക്ക് ചെയ്തതിന് ശേഷം
ഫിനിഷ് അപ്ലോഡ് ഇമേജസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവർ പറയും പ്ലീസ് എൻഷുവർ ദ കറക്റ്റ്നെസ് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, ഫർദർ ചേഞ്ചസ് ആർ നോട്ട് പെർമിറ്റഡ്, ആർ യു ഷുവർ ടു അപ്ലോഡ്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഫോമാണ്. സോ നിങ്ങളൊരു ജനറൽ കാറ്റഗറി റിസർവേഷൻ ഒന്നും ഇല്ലാത്ത EWS അല്ലാത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാടെ 4 കാര്യങ്ങൾ കൂടെ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെയാ? ഡോക്യുമെൻറ്റ്സ് ഫോർ പ്രൂഫ് ഓഫ് നാഷണാലിറ്റി, ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഫോർ നേറ്റിവിറ്റി ആൻഡ് പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 4 സർട്ടിഫിക്കറ്റ്സും എല്ലാവർക്കും മാൻഡേറ്ററിയാണ്. അതായത് റിസർവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ഈ 4 സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കാണണം. റൈറ്റ്. ഇനി എന്താണ് ഈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ SSLC, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി, അല്ലെങ്കിൽ OCI കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ നാഷണാലിറ്റി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്ലാസ് 10th സർട്ടിഫിക്കറ്റിൻ്റെ ഒരു PDF ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സർട്ടിഫിക്കറ്റ് ഇതാണ്. കാരണം ഒരു കേരള നേറ്റീവിന് മാത്രമേ കീമിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കത്തുള്ളൂ. സോ നിങ്ങളുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ജനിച്ചത് കേരളത്തിലാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ SSLC പേജ്, അല്ലെങ്കിൽ റെലവൻറ്റ് പേജ് ഓഫ് ദ പാസ്പോർട്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോം നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് ഫില്ല് ചെയ്ത് നമ്മുടെ റവന്യൂ അതോറിറ്റിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ ദാറ്റ് വിൽ ബി ഇനഫ്. ഇനി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പം ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സ് വരും. നേറ്റിവിറ്റി പ്രൂഫ് ഈസ് ആർ സ്റ്റിപ്പുലേറ്റഡ് ഇൻ ക്ലോസ് 6. ടിക്ക് മാർക്ക് കൊടുക്കുക. ഐ ഹാവ് ഇൻഷുർഡ് ദാറ്റ് ദി അപ്ലോഡഡ് പ്രൂഫ് ഫോർ നേറ്റിവിറ്റി ഈസ് നോട്ട് ആൻ ആധാർ കാർഡ്. സോ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇനി നാലാമത് പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത്. അതിനും ഏറ്റവും നല്ലത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. സോ ഈ 4 മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് എല്ലാവർക്കും കോമൺ ആണ്. ഇനി ഈ 4 മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് 31st ജനുവരി വരെ എപ്പോഴും വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസോ അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ്. സോ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ 7th ഫെബ്രുവരി വരെ സമയമുണ്ട്. ഇനി എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും സബ്മിറ്റ് കൊടുക്കുക. പ്ലീസ് എൻഷുവർ ദ കറക്റ്റ്നെസ് ഓഫ് ദി അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ഫർദർ ചേഞ്ചസ് ആർ നോട്ട് പെർമിറ്റഡ്, ഡു യു വാണ്ട് ടു പ്രൊസീഡ്. നമ്മൾ എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തു. സോ അത് കാരണം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇനി ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. സോ നമ്മൾ എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് ചെയ്തു. നമ്മൾ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തു. നമ്മൾ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. ആപ്ലിക്കേഷൻ ഫീ അടച്ചു. എല്ലാ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്തു. ഇതിന് ശേഷം ഇതെല്ലാം കഴിയുമ്പോൾ അക്നോളജ്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഈ അക്നോളജ്മെൻറ്റ് ലെറ്ററിൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സസ് ഓപ്റ്റഡ്, ജെൻഡർ, എക്സാമിനേഷൻ സെൻറ്റർ ഓപ്റ്റഡ്, നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഇൻ്റർകാസ്റ്റ് ആണോ അല്ലയോ, എന്തെങ്കിലും കാറ്റഗറി വൈസ് റിസർവേഷൻ വല്ലതും ഉണ്ടോ, അഡ്രസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ അക്നോളജ്മെൻറ്റ് പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാശിൻ്റെ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ യുവർ എക്സാംസ്. സോ താങ്ക് യു.